നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 9 ചൊവ്വാഴ്ചയാണ്. ഇന്നലെ ചെറിയ നേട്ടത്തിലാണ് ഇന്ത്യൻ വിപണി ക്ലോസ് ചെയ്തിട്ടുള്ളത്. നല്ല നേട്ടത്തിലായിരുന്ന നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒക്കെ പിന്നീട് അവസാന മണിക്കൂറിൽ ഒരു സെല്ലിംഗ് പ്രഷർ വന്നതോടെയാണ് ചെറിയ നേട്ടത്തിൽ ക്ലോസ് ചെയ്യേണ്ടി വന്നത്. ഇന്നത്തെ ഹൈലൈറ്റ്സ് ആയിട്ടുള്ള മറ്റ് ചില വാർത്തകൾ നോക്കുകയാണെങ്കിൽ, ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ചർച്ചകൾ പുരോഗമിക്കുന്നു. ഈ വർഷം അവസാനത്തോടെ സ്വതന്ത്ര വ്യാപാര കരാർ പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും പുതിയ വ്യാപാര ചർച്ചകളാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്, ചില പ്രധാനപ്പെട്ട സെക്ടറുകളിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വലിയ വിൽപ്പനയാണ് നടത്തുന്നത്. അത് ഏതൊക്കെ സെക്ടറുകളാണ് എന്ന് നമ്മളിവിടെ പറയുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ അവർ നെറ്റ് ബയ്യേഴ്സ് ആയിട്ടുള്ള സെക്ടറുകളും ഏതൊക്കെയാണ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെയും കാണുക. ഇനി മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള വാർത്ത കൂടി എന്നുള്ളത്, റഷ്യയുടെ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ യുഎസും യൂറോപ്യൻ യൂണിയനും പുതിയ താരിഫുകൾ ഏർപ്പെടുത്തിയേക്കും എന്നുള്ള വാർത്തകൾ വരുന്നു. ഈ താരിഫ് വരികയാണെങ്കിൽ അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നെഗറ്റീവ് ആവാനും സാധ്യതയുണ്ട്. ഇനി ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക്, തിങ്കളാഴ്ച നാസ്ഡാക്ക് റെക്കോർഡ് ഉയരത്തിലെത്തി. ബ്രോഡ്കോമിലുണ്ടായ റാലി തന്നെയാണ് നാസ്ഡാക്ക് റെക്കോർഡ് ഹൈ ടച്ച് ചെയ്യാൻ കാരണമായത്. കൂടാതെ എല്ലാ ഇൻഡെക്സുകളും ഇന്നലെ പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം, സാമ്പത്തിക വളർച്ച ശക്തിപ്പെടുത്തുന്നതിനായി ഫെഡറൽ റിസർവ് ഈ വരുന്ന സെപ്റ്റംബർ 17 25 ബേസിസ് പോയിന്റ്സിന്റെ റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ വളരെ കൂടുതലായതുകൊണ്ടാണ് ഇപ്പോൾ US മാർക്കറ്റുകൾ വീണ്ടും ഉയർന്നത്. അടുത്ത ബുധനാഴ്ചയാണ് ഫെഡറൽ റിസർവിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ പുറത്തു വരുന്നത്. 25 ബേസിസ് പോയിന്റ്സ് റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ 100%, 50 ബേസിസ് പോയിന്റ്സിന്റെ റേറ്റ് കട്ടിന്റെ സാധ്യത വെറും 10%. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്ക് ആദ്യം ഇൻഫോസിസ് ഇന്നലെ 2.5% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. വിപ്രോ 0.7% നേട്ടം. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 0.6% നേട്ടത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ HDFC ബാങ്ക് 0.2% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ഡോക്ടർ റെഡ്ഡി 0.5% ഇടിവിലുമാണ് ക്ലോസ് ചെയ്തത്. US-നൊപ്പം യൂറോപ്യൻ മാർക്കറ്റുകളും ഇന്നലെ പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ $111,000 ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് പ്രൈസിലേക്ക് വന്നാൽ സ്പോട്ട് ഗോൾഡ് വീണ്ടും ഉയർന്നാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇന്നലെ ഏകദേശം സ്പോട്ട് ഗോൾഡ് 1.2% ഉയർന്നു. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഉടൻ തന്നെ 80,000 എന്ന മാർക്ക് ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 79,880 രൂപയാണ്. ഓയിൽ പ്രൈസുകളിലേക്ക്, കഴിഞ്ഞ ആഴ്ചയിലെ ഇടിവിന് ശേഷം തിങ്കളാഴ്ച എണ്ണവില ഉയർന്നാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഒപെക് പ്ലസ് വിതരണം അല്പം മാത്രമേ വർദ്ധിപ്പിക്കുകയുള്ളൂ എന്നുള്ള വാർത്തയും റഷ്യൻ എണ്ണയ്ക്ക് മേലുള്ള പുതിയ ഉപരോധങ്ങളുടെയും സാഹചര്യത്തിലാണ് ഓയിൽ പ്രൈസുകൾ ഉയർന്നത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ട്രേഡ് ചെയ്യുന്നത്. WTI ഫ്യൂച്ചേഴ്സ് 0.3% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ 3 മാസത്തേക്ക് 55% ഡിസ്കൗണ്ടോട് കൂടി 1299 രൂപയ്ക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വാർത്തയിലേക്ക് വരാം. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന്റെ വലിയ സെല്ലിങ്ങിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. 17 മേഖലകളിലായി, അതായത് 17 സെക്ടറുകളിലായി ജനുവരി മുതൽ ഓഗസ്റ്റ് 2025 വരെ 2.03 ലക്ഷം കോടി രൂപയുടെ ഓഹരികളാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വിറ്റത്. സെല്ലിംഗ് നടത്തിയ പ്രധാനപ്പെട്ട മേഖലകൾ നോക്കുകയാണെങ്കിൽ IT, പവർ, FMCG, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഫിനാൻഷ്യൽ സർവീസസ്, ഓട്ടോമൊബൈൽസ്, ഹെൽത്ത് കെയർ തുടങ്ങിയ മേഖലകളിലാണ് ഇവർ വലിയ സെല്ലിംഗ് നടത്തിയിരിക്കുന്നത്. IT, പവർ, FMCGയിൽ മാത്രം ഏകദേശം 98,929 കോടി രൂപയുടെ വിൽപ്പന അവർ കഴിഞ്ഞ ജനുവരി മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ നടത്തിയിരിക്കുന്നു. ഇവർ പല സെക്ടറുകളിലും ഇത്രയധികം വലിയ സെല്ലിംഗ് നടത്തിയപ്പോഴും ചില സെക്ടറുകൾ അവർ ബൈയിങ്ങിലേക്കാണ് പോയത്. അത് ഏതൊക്കെ സെക്ടറുകളാണെന്ന് നോക്കാം. ടെലികോമിൽ അവർ 33,924 കോടി രൂപയുടെ ബൈയിങ് ആണ് കഴിഞ്ഞ ഈ പറഞ്ഞ കാലയളവിൽ അവർ നടത്തിയിരിക്കുന്നത്. ഇനി സർവീസസ് സെക്ടർ, സേവനങ്ങളിലുള്ള മേഖലയിൽ 13,102 കോടി രൂപയുടെ ബൈയിങ് അവർ ചെയ്തു. ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട സേവനങ്ങളിൽ 8,550 കോടി രൂപയുടെ ബൈയിങ് ആണ് അവർ നടത്തിയിരിക്കുന്നത്. ഇനി അവർ ബൈ ചെയ്യുന്ന സെക്ടറുകളിലെ ചില കമ്പനികൾ നോക്കുകയാണെങ്കിൽ, ഭാരതി എയർടെൽ, റിലയൻസ് ജിയോ, വോഡാഫോൺ ഐഡിയ, സർവീസസ് സെക്ടറിലുള്ള ഇൻഫോ എഡ്ജ്, IRCTC, QS കോർപ്പ്, ടീം ലീസ് തുടങ്ങിയ കമ്പനികൾ അവർ ബൈയിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ കമ്പനികളുടെ പേരൊന്നും ഒരു റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക് വരാം. ആദ്യം ഇന്ന് റിസൾട്ട് വരുന്ന 2 കമ്പനികളുടെ പേരാണ് വിക്രം സോളാർ, റീഗൽ റിസോഴ്സസ് എന്ന കമ്പനികളുടെ റിസൾട്ട് ഇന്ന് പുറത്തു വരും. ഇൻഫോസിസിനെ സംബന്ധിച്ച് ഒരു വാർത്തയുള്ളത്, സെപ്റ്റംബർ 11 ബോർഡ് യോഗം ചേരുന്നുണ്ട്. ബൈബാക്ക്
പരിഗണിക്കുന്നതിനായിട്ടാണ് ബോർഡ് യോഗം ചേരുന്നത്. അടുത്ത് വോൾട്ടാപ്പ് ട്രാൻസ്ഫോമേഴ്സ് എന്ന കമ്പനിയാണ്. പ്രൊമോട്ടേഴ്സ് $67 മില്യൺ വിലമതിക്കുന്ന 7% ഓഹരികൾ ഒരു ബ്ലോക്ക് ഡീൽ വഴി വിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് വാർത്ത വരുന്നു. അടുത്ത റെയിൽടെൽ എന്ന കമ്പനി. ബീഹാർ വിദ്യാഭ്യാസ പദ്ധതി കൗൺസിലിൽ നിന്ന് 713.55 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. അടുത്തത് സ്ട്രൈപ്സ് ഫാർമ എന്ന കമ്പനിയാണ്. US വിപണിക്കായി നേസൽ സ്പ്രേകൾ വികസിപ്പിക്കുന്നതിനായി കെനോക്സ് ഫാർമയുമായി സബ്സിഡറി ബന്ധം സ്ഥാപിക്കുന്നു. ഭവന ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതിക്കായി 11,300 കോടി രൂപ വരെ ധനസഹായം നൽകുന്നതിനായി നാഗ്പൂർ അതോറിറ്റിയുമായി ഹഡ്കോ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. IRB ഇൻഫ്ര എന്ന കമ്പനിയാണ്. ടോൾ പിരിവ് 2025 ഓഗസ്റ്റിൽ 12% വർദ്ധിച്ച് 563.2 കോടി രൂപയായി. മറ്റൊരു കമ്പനി ബ്രിഗേഡ് എന്റർപ്രൈസസ് ആണ്. കിഴക്കൻ ബാംഗ്ലൂരിലെ ആഡംബര ഭവന പദ്ധതി 2,500 കോടി രൂപ വിലമതിക്കുന്നു. അതിനായി കമ്പനി ഒരു കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞു. അടുത്തത് TVS മോട്ടോഴ്സ് ആണ്. GST കുറച്ചതിന് ശേഷം സെപ്റ്റംബർ 22 മുതൽ പുതിയ വില പ്രാബല്യത്തിൽ വരും. ഇന്ന് റിസൾട്ട് വരുന്ന കമ്പനികളും ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളും. ഇനി F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുമാണ് ഇനി പറയുന്നത്. RBL ബാങ്കാണ് ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക്. ഇന്ന് IPOയിൽ ലിസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനി അമാന്ത ഹെൽത്ത് കെയർ ആണ്. ഇനി സ്റ്റുഡൻസിന് ആർക്കെങ്കിലും കൂടുതലായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ ബേസിക് കോഴ്സിൽ, അതായത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. 1 മാസമാണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത്. വീക്ക്ലി 2 മുതൽ 3 ക്ലാസ്സുകൾ വരെയായിരിക്കും ഉണ്ടായിരിക്കുക. ടെക്നിക്കൽ അനാലിസിസ്, ഫണ്ടമെന്റൽ അനാലിസിസ്, ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ച്, ടെക്നിക്കൽ അനാലിസിസിൽ ഉപയോഗിക്കേണ്ട വിവിധതരം ടൂൾസുകളെ കുറിച്ച്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുക. അടുത്ത FID ആക്ടിവിറ്റിയിലേക്കാണ്. FIS ഇന്നലെ 2,170 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്ത്. DIS ആവട്ടെ 3,014 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. ജപ്പാൻ മാർക്കറ്റ് തുടർച്ചയായിട്ടുള്ള 2ാമത്തെ ദിവസവും പോസിറ്റീവിലാണ്. കൂടാതെ 44,000 എന്ന മാർക്ക് ക്രോസ് ചെയ്ത് റെക്കോർഡ് ഹൈ കൂടി ടച്ച് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ നില വെച്ച് ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.7% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. സിംഗപ്പൂർ മാർക്കറ്റ് 0.14% നേട്ടത്തിൽ. കോസ്മി മാർക്കറ്റ് 0.51% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 24,940 എന്ന നിലയിൽ 40 പോയിന്റ്സ് അപ്സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് ഏകദേശം 40 പോയിന്റ്സിന്റെ ഒക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. 24,773-ൽ 32 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇന്നലത്തെ നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ അവസാന മണിക്കൂറിൽ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ കാരണമാണ് നിഫ്റ്റി ചെറിയ നേട്ടത്തിൽ ഇന്നലെ ക്ലോസ് ചെയ്തത്. അതായത് നിഫ്റ്റിയിലെ ഇന്നലത്തെ ഹൈ എന്ന് പറയുന്നത് 24,885 ആയിരുന്നു. ഈ ഒരു 24,900 റേഞ്ചിലും അതുപോലെ 25,000 റേഞ്ചിലും കനത്ത ഒരു സെല്ലിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ഇന്നലത്തെ ക്യാൻഡിൽ ഒരു റെഡ് ക്യാൻഡിൽ ആണെങ്കിലും 10-day 20-day EMIകൾക്ക് മുകളിലായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചത് ചെറിയൊരു പോസിറ്റിവിറ്റി ആയിട്ട് നമുക്ക് കാണാം. 24,700 മുകളിലായിട്ട് കംഫർട്ടബിൾ ആയിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിന് താഴെയായിട്ട് ക്ലോസിംഗ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ഒരു ബീറിഷ്നെസിന്റെ സാധ്യതകൾ കാണേണ്ടതുണ്ട്. ഇനി ഇന്നലത്തെ ക്യാൻഡിൽ കാണുകയാണെങ്കിൽ ഒരു ലോങ് അപ്പർ ഷാഡോയോട് കൂടിയ ഒരു ബീറിഷ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. അതായത് ഹയർ ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷർ ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു ക്യാൻഡിൽ തന്നെയായിരുന്നു. അടുത്തത് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 24,750 സ്ട്രൈക്കിൽ 86% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പ് ആണ്. കോൾ സൈഡിൽ 38% ഇടിവ്, ഒരു ഷോർട്ട് കവറിംഗ് ആണ് കാണുന്നത്. 24,700 സ്ട്രൈക്കിൽ 57% വർധനവ്, ഒരു ലോങ് ബിൽഡപ്പ് ആണ്. കോൾ സൈഡിൽ 26% ഇടിവ്, ഒരു ഷോർട്ട് കവറിംഗ് ആണ് കാണുന്നത്. 24,800 സ്ട്രൈക്കിൽ 72% വർധനവ്, പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. കോൾ സൈഡിൽ 4% മാത്രം വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് ആണ് കാണുന്നത്. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് നല്ല ശക്തിയോടെ നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഇനി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,800-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,700-ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 54,187-ൽ 72 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയയിൽ ഇപ്പോഴും ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. അവിടെ നിന്നും ഒരു അപ്പ് മൂവ്മെൻറ്റ് കൃത്യമായിട്ട് ലഭിക്കുന്നില്ല. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഒരു സോൺ നമ്മൾ കുറേ മുൻപ് തന്നെ വരച്ചതാണ്. അപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു ഇത് വളരെ പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുണ്ടെന്ന്. കൃത്യമായിട്ട് എത്രയോ ദിവസങ്ങളായിട്ട് ഈ ഒരു സോണിനുള്ളിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ ഫോം ആയതും ഒരു ഡോജി ക്യാൻഡിലാണ്. ഇൻഡിസിഷൻ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി 20, 50, 100 EMIകൾക്ക് താഴെയായിട്ടാണ് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ ബോളിഞ്ചർ ബാൻഡിൻ്റെ മിഡിൽ ലെവലിൻ്റെ താഴെയായിട്ടുമാണ് ട്രേഡ് ചെയ്യുന്നത്.
ഇതെല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 54,500 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 54,000 ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓണത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഓഫർ ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല. 1,299 രൂപയ്ക്ക് 55% ഡിസ്കൗണ്ടോടുകൂടി 3 മാസത്തേക്ക് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിട്ടുള്ളത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും ആ റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.